നമ്മുടെ സിനിമകളിലും സാഹിത്യത്തിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും നിരന്തരം പ്രത്യക്ഷപ്പെടുന്ന ചില സ്ഥിരം വില്ലന്മാരുണ്ട്. എന്തെങ്കിലും കുറ്റം ചെയ്തുകൊണ്ടല്ല അവർ സമൂഹം വില്ലന്മാരായി കണക്കാക്കിയിരിക്കുന്നത്. സമൂഹത്തിന്റെ പുരോഗതിയെ പിറകോട്ട് വലിക്കുന്ന, വ്യവസായ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന വില്ലന്മാരാണ് അവർ. മറ്റാരുമല്ല, തൊഴിലാളികൾ. നൂറുകണക്കിന് സമരങ്ങൾ ഇവിടെ നടന്നു. എത്രയോ പണിശാലകൾ എന്നേക്കും അടച്ചുപൂട്ടി. ഇന്ന് പണമുള്ളവൻ കേരളത്തിൽ ഒരു തൊഴിൽശാല കെട്ടാൻ ഭയപ്പെടുന്നു. അയൽ സംസ്ഥാനങ്ങൾ പുരോഗതിയിലേക്ക് കുതിക്കുമ്പോൾ ഇവിടെ ലക്ഷക്കണക്കിന് തൊഴിലില്ലാത്ത യുവാക്കൾ. തൊഴിലാളി സമരം മൂലമാണ് കേരളത്തിൽ വ്യവസായം വരാത്തത് എന്ന പല്ലവി കേൾക്കാത്തവർ ആരും ഉണ്ടാകില്ല. ട്രേഡ് യൂണിയനുകളാണ് വ്യവസായങ്ങളെ തകർക്കുന്നത് എന്ന് നിങ്ങളിൽ പലരും വിശ്വസിക്കുന്നുണ്ടാവും. ഉണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സത്യത്തിൽ തൊഴിൽ സമരങ്ങൾ മൂലം വ്യവസായങ്ങൾ തകരുന്നുണ്ടോ? ട്രേഡ് യൂണിയനുകൾ മൂലം വളർച്ചാ മുരടിപ്പ് ഉണ്ടാകുന്നുണ്ടോ? ഇല്ല എന്നതാണ് സത്യം. കാലാകാലങ്ങളായി സർക്കാർ പുറത്തുവിട്ടിട്ടുള്ള ഡാറ്റ തെളിയിക്കുന്നതാണിത്. സമരങ്ങൾ വ്യവസായ വളർച്ചയ്ക്ക് വിലങ്ങുതടിയല്ല. ഉത്തർപ്രദേശിലെ നോയിഡയിൽ ഇപ്പോൾ ഒരു തൊഴിൽ സമരം നടക്കുകയാണ്. അടിസ്ഥാന ശമ്പള വർധന ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം. നിയമം അനുശാസിക്കുന്ന പോലെ പരമാവധി ജോലി സമയം 8 മണിക്കൂറായി നിജപ്പെടുത്തണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. 50,000-ഓളം തൊഴിലാളികളുടെ പിന്തുണയിൽ ആ സമരം ശക്തമായി തുടരുകയാണ്. ഈ സമരത്തെക്കുറിച്ചുള്ള വാർത്തകളുടെ കമന്റ് സെക്ഷൻ നോക്കിയാൽ കാണാം, ഇതേ പൊതുബോധം നിറഞ്ഞൊഴുകുന്നു. സമരം ചെയ്ത് നാട് മുടിപ്പിക്കുന്നവർ, വ്യവസായങ്ങൾ പൂട്ടിക്കുന്നവർ. തീർത്തും തെറ്റാണ് ഈ അഭിപ്രായം. നോയിഡയിലെ സമരത്തോട് മാത്രമല്ല, ഈ വർഷം ഇന്ത്യൻ ഓയിൽ റിഫൈനറിയിൽ നടന്ന തൊഴിലാളി സമരത്തോടും 2024 ചെന്നൈയിൽ നടന്ന സാംസങ് പ്ലാന്റ് സമരത്തോടുമെല്ലാം തന്നെ പൊതുസമൂഹത്തിന്റെ പ്രതികരണം ഇങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ ഞങ്ങൾ പറയുന്നു, തീർത്തും തെറ്റാണ് ഈ ധാരണ. തൊഴിൽ സമരങ്ങൾ ഇന്ത്യയുടെ വ്യവസായ വളർച്ചയെ ബാധിച്ചിട്ടേയില്ല. വെറുതെയല്ല, കണക്കുകളുടെ പിൻബലത്തിൽ തന്നെ നമുക്ക് പരിശോധിക്കാം. കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലെ ലേബർ ബ്യൂറോയാണ് രാജ്യത്തെ തൊഴിൽ തർക്കങ്ങളെ പറ്റിയുള്ള സ്ഥിതിവിവര കണക്കുകൾ പുറത്തുവിടുന്നത്. 2023 പുറത്തിറങ്ങിയ അവസാന റിപ്പോർട്ട് പ്രകാരം ആ വർഷം രാജ്യത്താകെ നടന്നത് 50 തൊഴിൽ തർക്കങ്ങളാണ്. തൊഴിൽ തർക്കം എന്ന് പറയുമ്പോൾ അതിൽ സമരങ്ങൾ മാത്രമല്ല, തൊഴിലുടമകൾ ഫാക്ടറികൾ പൂട്ടിക്കുന്ന ലോക്കൗട്ടുകളും ഉൾപ്പെടും. ഈ കണക്കുകൾ നോക്കൂ, 2023 റിപ്പോർട്ടിൽ നിന്നുള്ളതാണ്. തൊഴിൽ തർക്കങ്ങൾ കാരണം ജോലിക്ക് ഹാജരാകാത്ത തൊഴിലാളികളുടെ കണക്കാണിത്. ഒരു ദിവസം 10 പേര് ഹാജരായില്ലെങ്കിൽ അത് 10 തൊഴിൽ ദിനങ്ങളായി കണക്കാക്കും. ഇതനുസരിച്ച് 2023 ഏറ്റവും അധികം തൊഴിൽ ദിനങ്ങൾ നഷ്ടമായത് ഭക്ഷ്യോൽപാദന മേഖലയിലാണ്. 1,85,529 തൊഴിൽ ദിനങ്ങൾ. മാത്രമല്ല, 2016 മുതൽ 2023 വരെയുള്ള 8 വർഷങ്ങളിലുള്ള ലേബർ ബ്യൂറോ റിപ്പോർട്ടുകളിൽ 6 എണ്ണത്തിലും ഏറ്റവും അധികം തൊഴിൽ ദിനങ്ങൾ നഷ്ടമായതിൽ ഭക്ഷ്യോൽപാദന മേഖലയുണ്ട്. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? രാജ്യത്തെ ഭക്ഷ്യോൽപാദന മേഖല വൻ നഷ്ടം നേരിട്ടു വന്നു? എന്നാൽ അങ്ങനെയല്ല. കേന്ദ്ര സർക്കാർ കണക്കുകൾ അനുസരിച്ച് ഇതേ 8 വർഷങ്ങളിലായി ഭക്ഷ്യോൽപാദന മേഖല രാജ്യത്ത് 5.35% വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാലയളവിൽ GDP, തൊഴിൽ, കയറ്റുമതി വിഭാഗങ്ങളിൽ ഭക്ഷ്യോൽപാദന മേഖല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ഘടകമായി വളർന്നു എന്നാണ് സർക്കാർ കണക്കുകൾ വെച്ച് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പറയുന്നത്. ഇത് ഭക്ഷ്യോൽപാദന മേഖലയിലെ മാത്രം കാര്യമല്ല, എല്ലാ മേഖലകളിലും ഇത് തന്നെയാണ് സ്ഥിതി. ഉദാഹരണത്തിന് വസ്ത്രനിർമ്മാണ മേഖല എടുക്കാം. 2023 തൊഴിൽ തർക്കങ്ങൾ മൂലം തൊഴിൽ ദിനങ്ങൾ നഷ്ടമായതിൽ 2ാം സ്ഥാനത്താണ് ഈ മേഖല. 2019 മുതൽ പട്ടികയിൽ മുൻപന്തിയിലുണ്ട് വസ്ത്രനിർമ്മാണ മേഖല. നോയിഡയിലെ സമരത്തിലും ഈ മേഖലയിലെ തൊഴിലാളികൾ സജീവമാണ്. എന്നാൽ ഇതേ കാലയളവിൽ ഈ മേഖല കൈവരിച്ചത് ശരാശരി 10% വാർഷിക വളർച്ചയാണ്. കയറ്റുമതിയിലും വളർച്ചയുണ്ടായിട്ടുണ്ട്. അടിസ്ഥാന ലോഹ നിർമ്മാണ മേഖലയിലും സ്ഥിതി ഇത് തന്നെയാണ്. 2019-2021 കാലയളവിൽ ലേബർ ബ്യൂറോയുടെ കണക്കനുസരിച്ച് തൊഴിൽ ദിനങ്ങൾ നഷ്ടമായതിൽ 1ാം സ്ഥാനത്തായിരുന്നു ഈ മേഖല. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കണക്ക് പറയുന്നത് 2024 വ്യാവസായിക ഉൽപാദനത്തിൽ ഏറ്റവും അധികം സംഭാവന നൽകിയത് ഈ മേഖലയാണെന്നാണ്. ഇനി സംസ്ഥാനങ്ങൾ തിരിച്ചുള്ള കണക്കൊന്ന് നോക്കാം. തൊഴിൽ സമരങ്ങളും ട്രേഡ് യൂണിയനുകളുടെ ആധിക്യവും മൂലം കേരളത്തിൽ വ്യവസായങ്ങളൊന്നും വരുന്നില്ല. ഉള്ള വ്യവസായികൾ തന്നെ സ്ഥലം വിടുകയാണ് എന്നൊക്കെയാണല്ലോ പലരും പറയുന്നത്. എന്നാൽ ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? നോക്കാം. 2023 ലേബർ ബ്യൂറോ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ മുന്നേ 3 തൊഴിൽ തർക്കങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ 2 എണ്ണവും ലോക്കൗട്ടാണ്. തൊഴിലാളികൾ നടത്തിയ സമരമല്ല. തങ്ങളുടെ ആവശ്യങ്ങൾ തൊഴിലാളികളെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ മുതലാളിമാർ തന്നെ വ്യവസായങ്ങൾ പൂട്ടിയിടുന്ന ഏർപ്പാടാണ് ലോക്കൗട്ട്. തൊഴിൽ തർക്കങ്ങളുടെ എണ്ണം കുറവായിരുന്നെങ്കിലും 1,63,078 തൊഴിൽ ദിനങ്ങളാണ് 2023 റിപ്പോർട്ട് പ്രകാരം കേരളത്തിന് നഷ്ടമായത്. 2016 മുതലുള്ള കണക്കുകളിൽ തൊഴിൽ ദിനങ്ങൾ ഏറ്റവും അധികം നഷ്ടമായ ആദ്യ 3 സംസ്ഥാനങ്ങളിൽ കേരളത്തെ കാണാം. ഇതിനർത്ഥം കേരളത്തിൽ സമരങ്ങൾ കൂടുതലാണെന്നാണോ? അല്ല.
സമരങ്ങളുടെ എണ്ണം താരതമ്യേന കുറവാണ്. പക്ഷേ പങ്കെടുക്കുന്ന തൊഴിലാളികളുടെ എണ്ണം കൂടുതലായതിനാൽ നഷ്ടമായ തൊഴിൽ ദിനങ്ങളുടെ എണ്ണവും കൂടും. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? കേരളത്തിലാകെ വളർച്ചാ മുരടിപ്പാണെന്നോ? അല്ല. ഇതേ കാലയളവിലെ കേരളത്തിലെ വ്യാവസായിക ഉൽപാദന ഇൻഡെക്സ് അഥവാ IIP കണക്കുകൾ നോക്കാം. 2023-24 കാലയളവിൽ മാത്രം കേരളത്തിന്റെ ഉൽപാദന മേഖലയിലുണ്ടായ മൂല്യവർധന 15.32%. കഴിഞ്ഞ 7 വർഷകാലത്തെ വളർച്ചയിൽ ഏറ്റവും മികച്ചത്. തമിഴ്നാടും ഇതിന് സമാനമായ മറ്റൊരു ഉദാഹരണമാണ്. തൊഴിൽ തർക്കങ്ങളുടെ എണ്ണത്തിൽ രാജ്യത്ത് ഒന്നാമതാണ് തമിഴ്നാട്. ഏറ്റവും അധികം ഫാക്ടറികൾ നിലവിലുള്ള സംസ്ഥാനം. തമിഴ്നാട്ടിൽ തൊഴിൽ പ്രശ്നങ്ങൾ ഏറ്റവും അധികം രേഖപ്പെടുത്തിയ 2023-24 കാലയളവിൽ ഉൽപാദന മേഖലയിലെ മൊത്തം മൂല്യവർധന ഏതാണ്ട് 12.59%. അതിന് മുൻപത്തെ വർഷങ്ങളെക്കാൾ കൂടിയ വളർച്ച. 2024 തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂർ മുനിസിപ്പാലിറ്റിയിലെ സാംസങ് പ്ലാന്റ് സമരം വലിയ ജനശ്രദ്ധ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സമരം കാരണം $100 മില്യൺ നഷ്ടം തങ്ങൾക്കുണ്ടായെന്നാണ് സാംസങ് കമ്പനി മദ്രാസ് ഹൈക്കോടതിയിൽ പറഞ്ഞത്. ഏതാണ്ട് 840 കോടി രൂപ. ഇത്രയും വലിയൊരു സമരം നടന്നിട്ടും തമിഴ്നാടിന്റെ മൊത്തം ഉൽപാദന മൂല്യത്തെ അത് ബാധിച്ചിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ്. വ്യവസായങ്ങളുടെ അന്തകരായി തൊഴിൽ സമരങ്ങൾ മാറുന്നു എന്ന പൊതുബോധത്തിന്റെ ഏറ്റവും പ്രധാന ഇരയാണ് പശ്ചിമ ബംഗാൾ. 1977 ആരംഭിച്ച ഇടതു ഭരണത്തിൽ തൊഴിൽ ബന്ധങ്ങളിൽ ട്രേഡ് യൂണിയനുകൾക്ക് മേൽക്കൈ ലഭിച്ചെന്നും അത് ബംഗാളിന്റെ വ്യാവസായിക സംസ്കാരത്തെ ആകെ തകർത്തു എന്നുമാണ് പ്രബലമായ ആഖ്യാനം. എന്നാൽ ഈ പ്രചാരണത്തിൽ വസ്തുതയില്ലെന്ന് അമേരിക്കയിലെ കണക്ടിക്കറ്റ് യൂണിവേഴ്സിറ്റി 2011 മെയ്യിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം വ്യക്തമാക്കുന്നു. വിവിധ കാലങ്ങളിലെ സർക്കാരിന്റെ സ്ഥിതിവിവര കണക്കുകൾ പരിശോധിച്ചതിൽ നിന്നാണ് പഠനം ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഒരു ഉദാഹരണം നോക്കാം. 2003 ബംഗാളിലാകെ 432 തൊഴിൽ സ്തംഭനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ 32 തൊഴിൽ സ്തംഭനങ്ങളാണ് വിവിധ തൊഴിലാളി യൂണിയനുകൾ നടത്തിയ പണിമുടക്കുകളുടെ ഭാഗമായി ഉണ്ടായത്. തൊഴിലുടമകൾ തന്നെ നേതൃത്വം നൽകിയ ലോക്കൌട്ടുകളുടെ ഭാഗമായാണ് മറ്റ് 400 തവണയും തൊഴിൽ മുടങ്ങിയത്. ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളെ, നിയന്ത്രണങ്ങളെ അംഗീകരിക്കാൻ തൊഴിലാളികൾ തയ്യാറായില്ലെങ്കിൽ അത് അംഗീകരിക്കും വരെ ഉടമകൾ തന്നെ വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടിയിടുന്നതാണ് ലോക്കൌട്ട്. ഇത് കാരണം ഉടമകളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തൊഴിലാളികൾ നിർബന്ധിതരാകുന്നു. അതായത് കണക്കുകൾ പരിശോധിച്ചാൽ ബംഗാളിൽ വ്യാവസായിക തകർച്ചയ്ക്ക് കാരണമായെന്ന് പറയപ്പെടുന്ന തൊഴിൽ സ്തംഭനങ്ങളുടെ ഉത്തരവാദിത്തം തൊഴിലുടമകൾക്ക് തന്നെയാണ് എന്ന് കാണാം. രാജ്യത്തെ തൊഴിൽ തർക്കങ്ങൾ അതാത് കാലയളവിൽ വ്യവസായങ്ങളെ ചെറിയ തോതിൽ ബാധിക്കുന്നുണ്ടെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ വളർച്ചാ മുരടിപ്പ് ഉണ്ടാകുന്നില്ലെന്ന് ഈ കണക്കുകൾ തെളിയിക്കുന്നു. തൊഴിലാളിക്ക് താൻ ചെയ്യുന്ന അധ്വാനത്തിന്റെ മൂല്യം എന്താണെന്ന് ഉടമകളെ ബോധ്യപ്പെടുത്താനുള്ള മാർഗം കൂടിയാണ് സമരങ്ങൾ. വ്യാവസായിക വളർച്ചയുടെ തുലാസിൽ തൊഴിലാളി പ്രക്ഷോഭങ്ങളുടെ മൂല്യത്തെ റദ്ദാക്കുമ്പോൾ നാളിതുവരെ തൊഴിലാളികൾ നേടിയെടുത്ത അവകാശങ്ങളൊക്കെയും സമരം ചെയ്താണെന്ന വസ്തുതയും നിലനിൽക്കുന്നു. സാർവദേശീയ തൊഴിലാളി ദിനത്തിൽ ഈ വീഡിയോ ലോകത്തെ മുഴുവൻ അധ്വാനിക്കുന്ന തൊഴിലാളികൾക്കും സമർപ്പിക്കുന്നു.